മിക്സ് സ്പൈസസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു ചിക്കൻ സാൻഡ്വിച്ചാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ ചിക്കൻ ബ്രസ്റ്റാണ് എടുത്തേക്കുന്നത്. അത് ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഒക്കെ ഇട്ടൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഫോക്ക് ഉപയോഗിച്ച് ഇത് ഇതേപോലെ ഒന്ന് കുഞ്ഞ് പീസുകളായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇതേപോലെ ഫോക്കും വെച്ച് ചെയ്യാനായിട്ട് ഇത് ഈസിയാണ്. അപ്പോൾ നമ്മൾ ചെറിയ കുഞ്ഞ് ലോങ് പീസുകളായിട്ട് നമുക്കിത് കിട്ടും. ഇതിപ്പോൾ ഞാൻ എല്ലാ ചിക്കനും ഇതേപോലെ ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെക്കാം. അതിലേക്ക് കുറച്ച് ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇവിടെ ഒരു സവാളയുടെ പകുതി ഞാൻ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതും കൂടെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു വെളുത്തുള്ളിയുടെ അല്ലിയും ചെറുതായിട്ട് അരിഞ്ഞത് ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ക്യാപ്സിക്കം 2 കളർ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അതും ചെറുതായിട്ട് അരിഞ്ഞത് കുറച്ച് ഇട്ട് കൊടുക്കുന്നുള്ളൂ. ഏകദേശം 1 ടേബിൾ സ്പൂണോളം ക്യാപ്സിക്കമേ 2 കളറും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുള്ളൂ. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ക്രഷ്ഡ് പെപ്പറും കൂടെ ഇട്ട് കൊടുക്കാം. വേണമെങ്കിൽ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർക്കാം നമുക്കിതിലേക്ക്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം ഗരം മസാലയും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ഒന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരുന്ന ആ ചിക്കൻ ഉണ്ടല്ലോ, കുഞ്ഞതായിട്ട് ചിക്കി വെച്ചിരുന്ന അതും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടായി കിട്ടിയാൽ മാത്രം മതി നമുക്ക് നമ്മുടെ സാൻഡ്വിച്ച് ഉണ്ടാക്കാനായിട്ട്. ഇപ്പം നമ്മുടെ ചിക്കനൊക്കെ ചെറുതായിട്ട് ചൂടാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് മയോണീസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ടൊമാറ്റോ സോസും കൂടെ ആഡ് ചെയ്യാം. എന്നിട്ട് ഇതെല്ലാം കൂടെ ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ സാൻഡ്വിച്ച് വെക്കാനുള്ള ചിക്കൻ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു ടൈപ്പ് ബ്രെഡാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. ഇതൊന്ന് നമുക്ക് നടുകിനെ ഒന്ന് മുറിച്ചെടുക്കാം. നടുകിനെ ഒന്ന് മുറിച്ച ശേഷം അതിൻ്റെ സൈഡിലും കൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മുടെ ഈ വെക്കുന്ന ഈ ചിക്കൻ്റെ മിക്സ് ഒന്ന് കറക്റ്റായിട്ട് ഇരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ഒന്ന് ചെയ്ത് കൊടുക്കുന്നത്. ഇത് സാധാരണ സ്ലൈസ് ബ്രെഡിലാണെങ്കിലും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ആദ്യമേ ഞാൻ ഇതിലേക്ക് കുറച്ച് ലെറ്റ്യൂസാണ് വെച്ച് കൊടുക്കുന്നത്. 2 ടൈപ്പ് ചെയ്യുന്നുണ്ട്. ഒരെണ്ണം നമ്മൾ മൊസറല്ല ചീസും വെച്ച് ചെയ്യുന്നുണ്ട്. അല്ലാതെ നമ്മൾ ജസ്റ്റ് മൊസറല്ല ഒന്നും വെക്കാണ്ട് പ്ലെയിനായിട്ടും ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദ്യത്തേതിൽ നമ്മൾ പ്ലെയിനായിട്ടാണ് ചെയ്യുന്നത്, മൊസറല്ല ചീസൊന്നും വെക്കുന്നില്ല. നമുക്ക് 2 ബ്രെഡ് നമ്മൾ അങ്ങനെയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ 2 ബ്രെഡിലേക്ക് നമുക്ക് ലെറ്റ്യൂസ് വെച്ച് കൊടുക്കാം. ഇനി ഞാനിതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ചിക്കൻ മിക്സും കൂടി ഇട്ട് കൊടുക്കുകയാണ്. നമുക്ക് ഈ 2 ബ്രെഡിലും അതേപോലെ തന്നെ ചെയ്യാം. ചിക്കൻ മിക്സ് മാത്രം വെച്ചിട്ടുള്ള നമ്മുടെ സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മൊസറല്ല ചീസ് വെച്ചിട്ടുള്ള സാൻഡ്വിച്ചും കൂടെ റെഡിയാക്കാം. അതിനുവേണ്ടി നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മുടെ ബ്രെഡ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അതിലേക്ക് ആദ്യമേ തന്നെ നമുക്ക് മൊസറല്ല ചീസ് വെക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കൻ്റെ ആ മിക്സും കൂടെ വെച്ച് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ 2 ബ്രെഡിലും ചിക്കൻ്റെ മിക്സൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ അടുപ്പത്ത് വെക്കാം. അതിലേക്ക് കുറച്ച് ബട്ടർ നമുക്ക് ഇട്ട് കൊടുക്കാം. ബട്ടർ ഒന്ന് മെൽറ്റായി കഴിയുമ്പോഴത്തേക്കും നമുക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന സാൻഡ്വിച്ച് വെച്ച് കൊടുക്കാം. അതിന് ശേഷം ഒന്ന് കവർ ചെയ്യാം. ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ നമ്മുടെ ചിക്കൻ സാൻഡ്വിച്ചിലെ മൊസറല്ല ചീസൊക്കെ മെൽറ്റാകാൻ തുടങ്ങും. ഇനി നമുക്കതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഒന്നുകൂടി ഒന്ന് കവർ ചെയ്ത് വെക്കാം. ലോ ഫ്ലെയിമിൽ വെച്ച് വേണം നമ്മൾ നമ്മുടെ സാൻഡ്വിച്ച് റെഡിയാക്കി എടുക്കാനായിട്ട്. ഇപ്പം നമ്മുടെ സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ഈസിയാണ്, നല്ല ടേസ്റ്റുമാണ് ഇതിന്. അപ്പം നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് അടുത്ത വ്ലോഗിൽ കാണാം.